ഇന്ന് റിലീസായ മലയാള സിനിമയാണ് ബെസ്റ്റി. ഇതിൻ്റെ പേരുകൊണ്ട് ഈ സിനിമ കുറച്ച് പേർക്കെങ്കിലും ഇടയിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടെന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു കാസ്റ്റിംഗ് ക്രൂവൊന്നും വെച്ചിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയാൻ പാടില്ലാത്തൊരു പടത്തിന് ഈ ഒരു പേര് കൊണ്ട് മാത്രം അറിഞ്ഞിട്ടുണ്ട്. ഇതിന് എസ്, ബെസ്റ്റിയുടെ ഈ എസ്സിൽ നടുക്കത്തെ എസ് ക്യാപിറ്റൽ, അത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ സിനിമയുടെ ഒരു ടാഗ് ലൈൻ ഭയങ്കര കോമഡിയാണ്, എല്ലാ ബെസ്റ്റികളും ബെസ്റ്റികളല്ല. അതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇന്നത്തെ ഒരു എന്താ കൂതറ സീരിയൽസിന് വരെ ഇതിലും നല്ല ടാഗ് ലൈൻസ് അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ നല്ല വാചകങ്ങളുണ്ട്. കൂതറ സീരിയൽ എന്ന് വെച്ചാൽ എല്ലാ സീരിയലും കൂതറയാന്നല്ല, കൂതറ സീരിയലുകളെന്നാണ്. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ വൻ പരാജയമെന്ന് അറിയാമായിരുന്നു. പിന്നെ ഈ ഒരു പേരൊക്കെ ഉള്ളതുകൊണ്ടും ഈ സിനിമ വേറെ കാര്യമായിട്ട് ഇവിടുത്തെ മെയിൻ റിവ്യൂവേഴ്സ് ആരും മിക്കവാറും ചെയ്യത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും 10 പേരെങ്കിൽ 10 പേര് എൻ്റെ വീഡിയോ കാണുന്ന ഈ കണ്ടോട്ടെ എന്ന് കരുതി സിനിമയ്ക്ക് കയറിയതാണ്. പൈസ പോകുന്ന പോട്ടെ എന്ന് കരുതി കയറിയതാണ്. പക്ഷേ ആരും വിഷമിക്കണ്ട, ഇതിലെ കുറച്ച് രംഗങ്ങൾ പറയാം, അല്ലെങ്കിൽ ഞാനിത് ചുമ്മാ ഞാൻ സിനിമ കാണാതെ പറയുന്നതെന്ന് വെക്കുമല്ലോ. അപ്പം തുടക്കം തന്നെ ഒരു മാപ്പിളപ്പാട്ട്, ആ പാട്ടോടുകൂടി തന്നെയാണ് സിനിമ തുടങ്ങുന്നത്. തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചനാണ്. എനിക്ക് അല്ലാതെ ഒരു അറിവുമില്ലായിരുന്നു. പക്ഷേ ആ ഫസ്റ്റ് പാട്ട് കേട്ടപ്പോൾ തന്നെ പുള്ളിയാന്ന് മനസ്സിലായി. ലെജൻഡാണ്, പക്ഷേ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ലെജൻഡാണെന്നേ ഉള്ളൂ. ഫസ്റ്റ് ഒരു പാട്ട്, ആ പാട്ട് കഴിഞ്ഞിട്ട് എന്തോ ഒരു എഴുത്തുണ്ട്, എഴുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാട്ട്, അതായത് ഒരു സീനും ഇല്ല, ഒരു പാട്ട് കഴിഞ്ഞു ബെസ്റ്റ് എഴുത്ത് അടുത്ത പാട്ട്, അതും മാപ്പിളപ്പാട്ട്, ഒരു കല്യാണപ്പാട്ട്. നമ്മുടെ ഷഹീൻ സിദ്ദിഖൊക്കെ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്, നല്ല ഉഗ്രൻ ഡാൻസ്, പവർ സ്റ്റെപ്പൊക്കെയാണ്. സാക്ഷി അഗർവാളാണ് നായിക. അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് ഒരിക്കലും പറയുന്നില്ല, നന്നായിട്ട് ഓവർ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഇവരൊരു ട്രിപ്പൊക്കെ പോവുകയാണ്, ഇവർ ഹണിമൂണാണെന്ന് എന്തോ ഒരു ട്രിപ്പ്, വെള്ളമടി പബ്ബ് പരിപാടി ട്രിപ്പ് പോവുകയാണ്. അവിടെ അടുത്ത പാട്ട്, അതായത് ഒരു 10 മിനിറ്റിനുള്ളിൽ 3 പാട്ട്. അതിലെ വരികൾ ഞാൻ ഇപ്പോൾ മറന്നുപോയി, ചിരിച്ച് ചത്തു ആ പാട്ട് കേട്ടിട്ട്. അമ്മാതിരി സാധനം, അതായത് ഇവർ അപ്പോൾ പാട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്തോ ഒരു DJ ഇട്ടിട്ട് തുള്ളിയിട്ട് പിന്നെ മറ്റേ ലിപ്സിംഗ് ഒക്കെ ചെയ്യിപ്പിച്ചിരിക്കുന്നു, വൻ കോമഡി. അവിടെ നമ്മുടെ മെറീന മൈക്കിളൊക്കെ ഉണ്ട് ആ പാട്ടിൽ. പിന്നെ ജോർജ് ട്രാൻസ്പോർട്ടത്തിലെ ദിലീപിൻ്റെ കൂട്ടുകാരനായിട്ടുള്ളൊരു മച്ചാനുണ്ട്, താടിയെ കൊളത്തിയ, കണ്ടിട്ടുള്ള കുറച്ച് ഇങ്ങനെ 2-3 പേര്. അവിടെ ഷഹീൻ സിദ്ദിഖിൻ്റെ ഒന്നൊന്നര അഭിനയമുണ്ട്, പുള്ളി വെള്ളമടിച്ച് ബോധം കെട്ട് കിടക്കുന്ന സീനൊക്കെ ഉഗ്രൻ സാധനമാണ്. അവാർഡ് തൂക്കാനുള്ള വകുപ്പുണ്ട് അവിടെ. പക്ഷേ ഷഹീനെ നമ്മൾ മൈൻഡ് ചെയ്തില്ല. അവിടെ നമ്മുടെ നായിക സാക്ഷി അഗർവാൾ, അവളാണ് അല്ല, പക്ഷേ പുള്ളിക്കാരിയാണ് സ്കോർ ചെയ്യുന്നത്. പുള്ളിക്കാരി കഴിഞ്ഞ് അറ്റാക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ജോർജ് ട്രാൻസ്പോർട്ടത്തിലെ പുള്ളിയും വേറൊരു ഗുണ്ടാ ലുക്കുള്ള മച്ചാനോടെ വരും. അത് കഴിഞ്ഞിട്ട് ഇവൾ ബൈക്കറാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവൾ ബൈക്കറാണ്. ഇവൾ ബൈക്ക് എടുത്ത് പറപ്പിക്കും റോഡിലൂടെ. അപ്പോൾ നമ്മുടെ സ്ഥിരം ഗുണ്ട, എല്ലാ സിനിമയിലും ഗുണ്ടായിട്ടുള്ളൊരു ചേട്ടനുണ്ട്, പുള്ളി കിടിലൻ ആക്ടറാണേ, എനിക്ക് ഇവളുടെ പേര് മറന്നുപോയി, അടിപൊളി ആക്ടറാണ്. പുള്ളി വന്നിട്ട് ഇവളെ തൂക്കും. ഇവർ 3 പേരും ബാക്കി കുറേ ഗുണ്ടകളോട് ഇവളെ വട്ടം വെക്കും. എല്ലാവരും ബൈക്കിൽ, അപ്പോൾ എല്ലാവരും റേസേഴ്സായി. അപ്പോഴാണ് നമ്മുടെ ഹീറോ ബ്രോയുടെ എൻട്രി, അഷ്കർ സൗദാൻ. മച്ചാൻ അങ്ങോട്ട് പറപ്പിച്ചൊരു ബൈക്കിൽ നിർത്തിയിട്ട് എന്തൊക്കെയോ കോമാളിത്തരം പറയും. എന്നിട്ട് പുള്ളി എല്ലാവരും ഇടിച്ചിടും, പുള്ളിയും ഇവളും. അപ്പോൾ ഇവളും കൂടെ ഇടിക്കാൻ, ഇവളതിന് മുന്നേ ഇടിക്കുന്നുണ്ട്. ഈ പുള്ളി വരുമ്പോൾ ഇവൾക്ക് ഡബിൾ പവറാകും. എന്നിട്ട് അപ്പം തന്നെ ഒരു ചിരി, 2 പേരും തമ്മിലൊരു ചിരി. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇവരാണ് ബെസ്റ്റീസ് എന്ന്. കാരണം ഇവളുടെ ഭർത്താവ് ഷഹീൻ സിദ്ദിഖ് അപ്പുറത്ത് കോള കുടിച്ചിട്ട് വെളിവില്ലാതെ കിടക്കുക. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ, ഇതാണ് ഈ സിനിമയുടെ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട്, ഇങ്ങനെ സംഭവം പോവുകയാണ്. ഇവരാദ്യമായിട്ടാണ് കാണുന്നത് ആ വഴി വെച്ച്. അത് കഴിഞ്ഞിട്ട് ഉടനെ ഇവർ കമ്പനി ചെയ്യും. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഉടനെ ഇവൻ്റെ ബൈക്കിൽ കയറി, വാ നമുക്ക് പോവാം, നിൻ്റെ ബൈക്ക് ഞാൻ കൊണ്ടുവന്നോളാം എന്നൊക്കെ. എന്ത് കോപ്രായൊക്കെയാണ്. അത് പറയുന്നില്ല, അതിനെപ്പറ്റി പറയാനാണെങ്കിൽ അതേ പറയാനുള്ളൂ. അതായത് ഫുൾ കോപ്രായങ്ങളാണ് പടത്തിൽ. ഇതിൻ്റെ ടൈറ്റിൽ ഡിസൈൻ തൊട്ട് എല്ലാം പോക്കൃത്തരം എന്ന് വേണം പറയാൻ. പോക്കൃത്തരം ഇൻ ദ സെൻസ് കാണുന്ന പ്രേക്ഷകരെ പൊട്ടന്മാരാക്കി, അവരുടെ പൈസയ്ക്ക് വിലയില്ലാതെ. എന്താ നൂറ്റാണ്ടിലാണ് ഇപ്പോൾ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മലയാള സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ അറിയാതെ എടുത്തു വെച്ചിരിക്കുന്ന വെറും വാക്കുകൾ പറയുന്നത് മോശമായി പോകുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുവാണ്. ഷാനു സമ്മദാണ് സംവിധായകൻ. നിങ്ങൾ സംവിധാനം ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, നല്ല സിനിമകൾ ചെയ്തു. പക്ഷേ ഇമാതിരി ദുരന്ത സാധനങ്ങൾ ചെയ്യാനാണെങ്കിൽ അതിലും നല്ലത് വീട്ടിൽ ഇരിക്കുന്നതാണ്. കാരണം ഇത് കണ്ടത് വെച്ച് നിങ്ങൾക്ക് ഈ പണി പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഔസേപ്പച്ചൻ പക്ക ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇതിലൂടെ അത് അടിവരയിട്ട് ഉറപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ പറയില്ലേ, ഒന്നും ഇല്ല. ഇത് OTT ഒന്നും എന്തായാലും വരാൻ പോകുന്നില്ല. ഇതൊന്നും ഒരു മനുഷ്യന് OTT എടുക്കത്തില്ല ഈ സിനിമ. അപ്പോൾ തിയേറ്ററിൽ അതായത് നമ്മളൊരു 10 കൂട്ടുകാരെല്ലാം വേണ്ട, ഒരു 5 കൂട്ടുകാരായിട്ട് പോയി ചില്ലടിച്ച് കാണാൻ വേണ്ടി പറ്റിയ സിനിമയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, എൻ്റെ പുറകിൽ പക്ഷേ ഒരു 3-4 മച്ചന്മാരുണ്ടായിരുന്നു. അവർ ഫ്രീ ടിക്കറ്റിന് വന്നതെന്ന് തോന്നുന്നു. അവരങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവരിരുന്ന് വൻ എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോഴും ഞാൻ അവരുടെ കൂടെ ഇരുന്ന്
അവർ പറയുന്നത് കേട്ടിട്ട് ചിരിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തത് നമ്മുടെ കുറച്ച് കമ്പനിക്കാരോടുണ്ടായിരുന്ന പൊളിക്കായിരുന്നെന്നാണ്. അപ്പോൾ ആ ഒരു വൈബിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, 2 hour 20 minutes ഓഫ് പക്ക എൻജോയ്മെൻ്റ് ആണ് ബെസ്റ്റി. അല്ലാതെ നോക്കുവാണെങ്കിൽ ആസ് എ സിനിമ വൻ പരാജയം. സിനിമ ആസ് എ സിനിമ നല്ല, ഇതിനെ സിനിമ എന്ന് വിളിക്കാനില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് അപ്പോൾ ഈ സാധനത്തിന് എൻ്റെ റേറ്റിംഗ് 0 out of 5.